ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം. മിസ്റ്റർ ആൻഡ് മിസ്സസ് ഹിറ്റ്ലർ, ഭാഗം 11. രചന ഫൗസിയ നൗഷാദ്. വിവാഹത്തിന് വസ്ത്രവും സ്വർണവും എടുക്കണ്ടേ? ഇന്ന് തന്നെ പോവാം, അഞ്ജലി പറഞ്ഞു. പോവാം, എല്ലാവരും ഉണ്ടല്ലോ, ഇന്ന് തന്നെ നമുക്ക് പോവാം. മറ്റുള്ളവർക്ക് ഉത്സാഹമായി. സിദ്ധുവിനോട് ചോദിക്കണ്ടേ? രവി ചോദിച്ചു. അവന്തി വരുന്നുണ്ട്, ചോദിച്ചു നോക്ക്, രാജ പറഞ്ഞു. സിദ്ധു, വിവാഹത്തിന് വസ്ത്ര ആഭരണങ്ങളും എടുക്കാൻ പോവണ്ടേ? ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നാളെ മുതൽ ആളുകളെ ക്ഷണിച്ചു തുടങ്ങണം, പ്രീതിക പറഞ്ഞു. അതിനെന്താ, പോവാല്ലോ, ഞാൻ റെഡിയാ, വേദയെ കൂടി വിളിക്ക്, സിദ്ധു പറഞ്ഞു. അവളെ എന്തിനാ വിളിക്കുന്നത്? ദിവ്യ ചോദിച്ചു. പിന്നെ അവളല്ലേ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടി, അവളെ വിളിക്കാതെ ഞാൻ ആരെ കൊണ്ട് പോവാനാ? സിദ്ധു ചോദിച്ചു. അപ്പോൾ ഞാനോ? ദിവ്യയ്ക്ക് ദേഷ്യം വന്നു. നിന്നെ കെട്ടില്ലെന്നല്ലേ അന്നും ഇന്നും പറയുന്നത്, പിന്നെ നിന്റെ ആങ്ങളയുടെ വിവാഹമല്ലേ, നീയും വാടി, നമുക്ക് ഡ്രസ്സ് എടുക്കാം, സിദ്ധു കളിയോടെ പറഞ്ഞു. കണ്ടില്ലേ അങ്കിൾ, ഈ സിദ്ധു എന്തിനാ മോളെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? ആ പെണ്ണ് വിവാഹത്തിന് സമ്മതിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെ നിനക്കെന്താ? സിദ്ധുവിൻ്റെ അച്ഛൻ ചോദിച്ചു. അവൾ സമ്മതിച്ചോളും. അഞ്ജു, നീ പോയി അവളോട് ചോദിക്ക്, അവൾ ഡ്രസ്സ് എടുക്കാൻ വരുന്നുണ്ടോ എന്ന്. ഇനി ചോദിച്ചില്ലെന്ന് വേണ്ട. വേദ. സിദ്ധു അവളുടെ പേരങ്ങനെ വിളിക്കുന്നത് കേട്ട് ദിവ്യയ്ക്ക് അസൂയ തോന്നി. വേദിക അവിടേക്ക് വന്നു. എല്ലാവരും അവളെ ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ട് അവളൊന്ന് പകച്ചു. സിദ്ധു അടുത്തത് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് അവൾ ഊഹിച്ചു. വേദിക, നീ വിവാഹത്തിന് ഡ്രസ്സ് എടുക്കാൻ വരുന്നുണ്ടോ? അഞ്ജലി ചോദിച്ചു. സിദ്ധു കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചെങ്കിലും അവൾക്കൊന്നും മനസ്സിലായില്ല. ഇല്ല, ഞാനെന്തിനാ വരുന്നത്? അവൾ നിഷ്കളങ്കമായി ചോദിച്ചു. കണ്ടില്ലേ, അവക്കില്ലാത്ത പ്രശ്നം നമ്മുടെ മോന്. സിദ്ധു, മിണ്ടാതെ കൂടെ വന്നോണം, രവി പറഞ്ഞു. നീ വരേണ്ട വേദ, നിനക്കുള്ളത് ഞാൻ സെലക്ട് ചെയ്തോളാം. വിട്ടുകൊടുക്കാൻ സിദ്ധു ഒരുക്കമായിരുന്നില്ല. ഇതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ ഹൃത്തിക് നിന്നു. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ദിവ്യ അല്ലേ സിദ്ധു വിവാഹം കഴിക്കുന്നത്? വേദിക ഈ വീട്ടിൽ ശരിക്കും ആരാണ്? അവനൊന്നും തന്നെ മനസ്സിലായില്ല. സമയം പോലെ ചോദിക്കാമെന്ന് കരുതി അവനൊന്നും മിണ്ടിയില്ല. സിദ്ധു അമ്മയും അച്ഛനും കൊച്ചച്ചന്മാരും കുഞ്ഞമ്മമാരും എല്ലാം ഒരു കാറിലും മറ്റുള്ളവരെല്ലാം വേറൊരു കാറിലുമായിരുന്നു. ആ സമയം ഹൃത്തിക്ക് തന്നെ സംശയം ചോദിച്ചു. സത്യത്തിൽ വേദിക ആരാ? അവൾക്ക് എന്താ സിദ്ധു ഇത്ര പ്രാധാന്യം നൽകുന്നത്? ഓ, പറഞ്ഞ പോലെ നിനക്കൊന്നും അറിയില്ലല്ലോ. സിദ്ധു അവളെ കെട്ടണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്, ദിവ്യ പുച്ഛത്തോടെ പറഞ്ഞത് കേട്ട് ഹൃത്തിക്ക് അത്ഭുതപ്പെട്ടു. എന്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾ എവിടെ നിന്ന് വന്നതാ? എൻ്റെ പൊന്ന് ഹൃത്തി, ഞാൻ പറഞ്ഞു തരാം. ഒരു ദിവസം എവിടെ നിന്നോ വീട്ടുജോലിക്കെന്ന് പറഞ്ഞ് സിദ്ധു കൊണ്ടുവന്നതാണ് അവളെ. പിന്നീട് വിവാഹത്തിൻ്റെ കാര്യം വല്യച്ഛൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവളെ ഇഷ്ടമാണ്, അവളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നാ. അവൾക്കും ഇഷ്ടമാണോ? അവൾക്ക് ഇഷ്ടമല്ല എന്ന് എനിക്കാ തോന്നുന്നേ. അവൻ ദിവ്യയെ കെട്ടാതെ ഇരിക്കാൻ ഇറക്കിയ അടവാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വല്യച്ഛൻ പറഞ്ഞത് അടുത്ത മാസം വേദികയുടെ സിദ്ധുവിൻ്റെ വിവാഹം നടത്താമെന്നാണ്. പക്ഷെ അവൾ സമ്മതിച്ചാൽ മാത്രം, ഇല്ലെങ്കിൽ ദിവ്യയുമായി അന്ന് സിദ്ധുവിൻ്റെ വിവാഹം നടക്കുമെന്ന്. എന്തൊക്കെയാ എവിടെ നടക്കുന്നേ? എവിടെന്നെങ്കിലും വന്നു കയറി പെണ്ണിനെ പിടിച്ച് കെട്ടിക്കാനോ? എല്ലാവർക്കും വട്ടായോ? അത് തന്നെയാണ് ഞങ്ങൾ സിദ്ധുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വേദികയും മറ്റാരും സ്വന്തമാക്കുന്നത് അവൻ ഇഷ്ടപ്പെട്ടില്ല. അതും സ്വന്തം കുടുംബത്തിൽ തന്നെ ആവുന്നത് അവന് തന്നെ ദോഷമാവും എന്നവൻ മനസ്സിലാക്കി. നോക്കമ്മ, ഇത് കൊള്ളാമല്ലേ? ഈ ബീഡ്സ് വർക്കൊക്കെ നല്ല രസമുണ്ട്. ദിവ്യ ലാവൻഡർ നിറത്തിലുള്ള സാരി എടുത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. കൊള്ളാം മോളെ, നിനക്ക് ചേരും. എല്ലാവർക്കും അത് ഇഷ്ടമായി. സിദ്ധു മാത്രം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കല്ലു, അച്ചു, ഇവിടെ വാ. കൂട്ടത്തിലധികം ഉപദ്രവകാരികളല്ലാത്ത രണ്ടുപേരാണ് കല്യാണിയും ആയുഷും. അതുകൊണ്ട് തന്നെ സിദ്ധുവിന് അവരോട് അല്പം ഇഷ്ടക്കൂടുതലുണ്ട്. അവൻ വിളിച്ച പാടെ അവർ അടുത്തേക്ക് വന്നു. വേദയ്ക്ക് വിവാഹത്തിന് വേണ്ട സാരി സെലക്ട് ചെയ്യണം, അവളുടെ നിറത്തിന് ഇണങ്ങുന്നത് തന്നെ വേണം, അവൻ പറഞ്ഞു. കല്യാണി സംശയത്തോടെ ദിവ്യയെ നോക്കി. അവൾ വേദികയെ കൊല്ലാൻ പാകത്തിലുള്ള ദേഷ്യത്തിലാണ്. നീ ആരെയും നോക്കണ്ട കല്ലു, നിന്നോട് ഞാനാ പറഞ്ഞത്, നോക്കിയെടുക്ക്. കല്യാണി തിരഞ്ഞൊടുവിൽ ഒരു മജന്ത സാരി തിരഞ്ഞെടുത്തു. ആയുഷിനും സിദ്ധാർത്ഥിനും അതിഷ്ടമായി. അവരെ കൂട്ടിയവൻ ധാവണി സെക്ഷനിലേക്ക് വന്നു. വേദയ്ക്ക് വേണ്ടുന്ന കുറച്ച് ധാവണികളും മറ്റ് ആവശ്യ സാധനങ്ങളും കല്യാണിയെ കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിച്ചു. മറ്റുള്ളവർ ദേഷ്യം കടിച്ചമർത്തി ഡ്രസ്സ് വാങ്ങി ഇറങ്ങി. സ്വർണ്ണം എടുക്കാൻ കയറിയപ്പോഴും സിദ്ധാർത്ഥ് അതുതന്നെ ആവർത്തിച്ചു. കല്യാണിക്കും ആയുഷിനും ഇഷ്ടപ്പെട്ട കുറച്ച് ആഭരണങ്ങൾ അവൻ വേദികയ്ക്ക് വേണ്ടി വാങ്ങി. താലി വാങ്ങണ്ടേ? അഞ്ജലി ചോദിച്ചു. സിദ്ധാർത്ഥ് വളരെ ഭംഗിയുള്ള താലി നോക്കി വാങ്ങി. ദിവ്യയോട് അവൻ അഭിപ്രായം ചോദിച്ചതേ ഇല്ല. ആ ഷോപ്പിംഗ് അവസാനിച്ചത് എല്ലാവരെയും ദേഷ്യപ്പെടുത്തിക്കൊണ്ടാണ്. പക്ഷേ സിദ്ധുവിൻ്റെ സ്വഭാവം എല്ലാവർക്കും നല്ലപോലെ അറിയുന്നത് കൊണ്ട് ആരും ഒന്നും മിണ്ടാൻ പോയില്ല. അവൻ ചെയ്യുമെന്ന് പറയുന്നത് ചെയ്തിരിക്കും. അതിൽ നിന്ന് അവനെ തടയാൻ ആർക്കും പറ്റില്ല. നിന്നെ കാരണം എല്ലാ ഷോപ്പിങ്ങും കുളമായി. സമാധാനമായല്ലോ നിനക്ക്? എൻ്റെ സിദ്ധുവിനെ നീ തട്ടിയെടുത്തല്ലേടി? വേദികയ്ക്ക് നേരെ ദിവ്യ തട്ടിക്കയറി. അവൾക്ക് കാര്യം പോലും മനസ്സിലായില്ല. എന്താ ചേച്ചി, എന്താ പ്രശ്നം?
ഏത് ചേച്ചി? ആരുടെ ചേച്ചി? എന്നെ അങ്ങനെ വിളിക്കാൻ നിനക്ക് എന്ത് അർഹതയാടി ഉള്ളത്? നാണോ ഇല്ലേ നിനക്ക്? ഞാൻ കുഞ്ഞിലെ മുതൽ സ്വപ്നം കണ്ട എൻ്റെ സിദ്ധുവിനെ വശീകരിച്ചിട്ട് ഈ വീട്ടിലിങ്ങനെ നിൽക്കാൻ. ദിവ്യയ്ക്ക് ദേഷ്യം അടക്കാനായില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ ചേച്ചി? നീ ഒന്നും ചെയ്യണ്ട, ചുമ്മാതല്ല തള്ളയും തന്നെയും കളഞ്ഞിട്ട് പോയത്. അവർക്ക് പോലും നിന്നെ വേണ്ടല്ലോടി. ദിവ്യ വെട്ടി തുറന്ന് പറഞ്ഞ് കടന്നു പോയതും വേദിക തകർന്നു പോയി. അല്ലെങ്കിൽ തന്നെ എല്ലാം കൊണ്ടും ആകെ കൈവിട്ട് നിൽക്കുന്ന അവസ്ഥയാണിപ്പോ. ജോലിയെല്ലാം ഒതുങ്ങി സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കുക എന്ന് കരുതിയാണ് അവൾ മുറിയിലേക്ക് വന്നത്. സിദ്ധാർത്ഥ് അവിടേക്ക് വന്നത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ കയ്യിൽ കുറെ കിറ്റുണ്ടായിരുന്നു. വേദ, ആർ യു ഓക്കെ? അവളെ കണ്ടപാടെ അവൻ ചോദിച്ചു. ഐ ആം നോട്ട് ഓക്കെ. എന്നെ ഒന്ന് ശല്യപ്പെടുത്താതിരിക്കാവോ പ്ലീസ്? എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കണ്ട. നിങ്ങളെ സ്വപ്നം കണ്ട് എന്നേക്കാൾ മുന്നേ ഇവിടെ ഒരു പെണ്ണില്ലേ, അവരെ വിവാഹം കഴിച്ചോളൂ. എന്നെ വെറുതെ വിട്. നിങ്ങൾക്കൊക്കെ തട്ടിക്കളിക്കാൻ ഞാനെന്താ പാവയോ? ഇനി അത് പറഞ്ഞെന്നെ ബുദ്ധിമുട്ടിച്ചാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. നിങ്ങൾ ചെയ്തതിനോടൊക്കെ എനിക്ക് കടപ്പാടുണ്ട്. എല്ലാ കടങ്ങളും ഞാൻ വീട്ടിക്കൊള്ളാം. ഞാൻ വേറെ ജോലി നോക്കട്ടെ. അവൾ ഒറ്റ ശ്വാസത്തിൽ തന്നെ പറഞ്ഞു നിർത്തി. സിദ്ധാർത്ഥ് എന്ത് പറയണമെന്നറിയാതെയായിപ്പോയി. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഐ എം സോറി നിന്നെ നിർബന്ധിച്ചതിൽ. നിനക്ക് ഇവിടെ നിൽക്കാം, നീ എന്നെ കെട്ടണ്ട പോരെ. ഇതാ നിനക്കുള്ള ഡ്രസ്സ്. അവൻ വാങ്ങിയതൊക്കെ അവിടെ വെച്ച് കടന്നുപോയി. ഒരാൾ പോയെന്ന ആശ്വാസത്തിൽ ഇരിക്കുമ്പോഴാണ് ഹൃത്തിക്ക് വരുന്നത്. അവൾക്ക് അവനോട് വെറുപ്പ് തോന്നി. വേദു, നീ എന്താ കാണിക്കുമെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നീ എന്തിനാ ഇവിടേക്ക് വന്നത്? എത്രയും വേഗം നീ ഇവിടെ നിന്ന് പോകണം. ഹൃത്തിക്ക് പറയുന്നത് കേട്ട് അവൾ തലയുയർത്തി മനസ്സിലാവാത്ത രീതിയിൽ അവനെ നോക്കി. എനിക്ക് ഇഷ്ടമല്ല നീ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. അതും ഞാൻ സ്നേഹിച്ചിരുന്ന നീ ഇനി എൻ്റെ ഏട്ടനെ കിട്ടുക എന്ന് വെച്ചാൽ പക്ഷേ എന്ന് മോശം. അതൊക്കെ നിനക്ക് എങ്ങനെ സാധിക്കുന്നു വേദു ഇതിന്? ഓ, അതാണപ്പോൾ കാര്യം. ഞാൻ സിദ്ധു സാറിനെ കെട്ടുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നം. അല്ലാതെ എന്നെ വന്ന് കെട്ടി ഇവിടെ കിടക്കാൻ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് ഒന്നും അറിയാത്ത ആ പെണ്ണിനെ കെട്ടി ജീവിക്കുന്നത് മോശമല്ല. നിങ്ങളുടെ ഏട്ടൻ എന്നെ കെട്ടുന്നത് വലിയ മോശം. അവൾ പറഞ്ഞത് കേട്ട് ഹൃത്തിക്കിന്റെ വാക്കുകൾ ഇല്ലാതെയായി. അത് ഞാൻ അതുപോലെയാണോ നീ? നിന്റെ ഈ വീട്ടിലെ സ്ഥാനം നിനക്കറിയാം. ഇവിടെ ആരും നിന്നെ അംഗീകരിക്കില്ല എന്നും അറിയാം. അതുകൊണ്ട് തന്നെയല്ലേ നിന്നെ ഉപേക്ഷിച്ചത്. എന്നിട്ട് നീ വീണ്ടും ആ കഥകൾ ആവർത്തിക്കാൻ പോവുകയാണോ? എന്തായാലും അനിയൻ ചെയ്തത് ഏട്ടൻ ആവർത്തിക്കില്ല. നിങ്ങളെപ്പോലെ അല്ല സിദ്ധു സാറ്. മനസാക്ഷിയുള്ള മനുഷ്യനാ. നിങ്ങൾ എന്നെ വീട്ടുകാർക്ക് വേണ്ടി ഉപേക്ഷിച്ചു. സിദ്ധു സാർ എനിക്ക് വേണ്ടി വീട്ടുകാരെ വെറുപ്പിക്കാനും തയ്യാറാ. അതാ നിങ്ങൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എന്തൊക്കെയാണെങ്കിലും നീ സിദ്ധുവിന് വിവാഹം കഴിക്കാൻ തയ്യാറാവരുത് വേദു. അതെനിക്ക് സഹിക്കില്ല. നിന്നെ ആരും അറിയാതെ ഞാൻ ഇവിടെ നിന്ന് പുറത്തെത്തിക്കാം. ജോലിയും കഴിയാനുള്ള സൗകര്യവും ഒരുക്കി തരാം. നീ വരുമോ എൻ്റെ ഒപ്പം? ഇനി ഇനി എത്ര സമ്പാദ്യം തരാമെന്ന് നിങ്ങൾ പറഞ്ഞാലും നിങ്ങളെ വിളിക്കുന്ന ഒരിടത്തേക്ക് ഞാനില്ല. എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് സിദ്ധു സാർ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കൂ. സിദ്ധു സാറിനെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാ. അവനോടുള്ള വാശിയിൽ അവൾ പ്രഖ്യാപിച്ചു. വേദു, നീ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന നീ തന്നെ ആയിരിക്കും, അത് ഓർത്തോ. ഇത്ര നാളെ സിദ്ധു സാറിനെ വിവാഹം കഴിക്കാൻ ഒരുക്കമല്ലായിരുന്നു. നിങ്ങൾ ഇനി അത് ചെയ്യരുതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ വിവാഹത്തിന് തയ്യാറാണ്. നിങ്ങളുടെ ഏട്ടനെ വിവാഹം കഴിച്ച് മിസ്റ്റർ സിദ്ധാർത്ഥ് മേനോന്റെ വൈഫായിട്ട് ഞാനിവിടെ കഴിയും, അവൾ പുച്ഛത്തോടെ പറഞ്ഞു. ഇതിന് നീ അനുഭവിക്കും. ഹൃത്തിക് ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി. അതുവരെ ഇല്ലാതിരുന്ന തൻ്റെ ഇടവും വാശി എവിടെ നിന്ന് വന്നെന്ന് വേദികയ്ക്ക് തന്നെ അറിയില്ലായിരുന്നു. തന്നെ ചതിച്ച് അവന് മുന്നിൽ തോൽക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല. മിസ്റ്റർ ഹിറ്റ്ലറിൻ്റെ മാറിപ്പോയി മിസ്റ്റർ സിദ്ധാർത്ഥ് മേനോന്റെ ഭാര്യയാവാൻ വേദിക തീരുമാനിച്ചു കഴിഞ്ഞു. തുടരും. അപ്പോൾ അടുത്ത പാർട്ടുകൾക്കായി കാത്തിരിക്കുക. നന്ദി.